കുട്ടികളായിട്ട് കൂട്ടുകൂടാനൊന്നും പോകണ്ട. നീ നിന്റെ കാര്യം നോക്കി നടന്നോണം. നല്ല മനുഷ്യക്ക് നല്ല മാർക്കും മേടിച്ചോണം. ഓക്കോ? കവിത പഠിക്കുന്നതിന് മുൻപായി നിങ്ങളോടൊരു സന്തോഷ കാര്യം ടീച്ചറിന് പറയാനുണ്ട്. നമ്മുടെ ക്ലാസ്സിലെ വരുണിന്റെ പിറന്നാളാണിന്ന്. വരുൺ വരൂ. വരുണിന് എല്ലാവരുടെ ബർത്ത്ഡേ ക്ലാപ്പ് കൊടുത്തേ. അപ്പൊ വരുൺ നിങ്ങൾക്ക് ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. മോനെ കൊടുത്തോളൂ കേട്ടോ. കുറച്ച് പുളി കേട്ടോ. കുറച്ച് പുളിമുട്ടായി മോനക്ക് വേണം. ഇതേ മോന്റെ അമ്മ ഉണ്ടാക്കിയ മിഠായിയാണ്. നല്ല മിഠായി മോൻ കഴിച്ചോളണം കേട്ടോ. എടാ നീ ഇന്ന് ഈ മിഠായി കഴിച്ചെന്നാ? വേണ്ട. എടാ നീ എന്താ ആരോടും കൂട്ടുകൂടാനൊന്നും വരാത്ത? എടാ വാ, നമ്മളല്ലേ ഫ്രണ്ട്സിൽ എന്നാ. നീ കഴിച്ചോ. വേണ്ട, അമ്മ ചീത്ത പറയും. എടാ നീ അത് സാരല്ല, നീ ഇത് കഴിച്ചോ. നീ കഴിച്ചോട്ടോ. എന്ത് മിഠായി അത്? അവിഞ്ഞ മിഠായി. ഇതെന്റെ അച്ഛൻ മേടിച്ചു. നീ ഇത് കഴിക്കും. years have passed. By now, 100 of Albert Durers. നന്നായി പഠിക്കണം കേട്ടോ. അമ്മേ, എനിക്കെന്നൊരു കൂട്ടുകാരനെ കിട്ടി. അവന് എനിക്ക് പുളിമുട്ടായി തന്നു. പുളിമുട്ടായി എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ? എനിക്ക് ഒരെണ്ണം വാങ്ങിച്ചു തരണേ. അങ്ങനത്തെ മിഠായി ഒന്നും തിന്നാൻ കൊള്ളില്ല. നീ എന്തിനാ അങ്ങനത്തെ മിഠായി ഒക്കെ കഴിക്കുന്നത്? അതൊന്നും അങ്ങ് തിന്നരുത്, നിനക്ക് അറിയത്തില്ലേ? നീ അവനെ വഷളാക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു? ആവശ്യമില്ലാത്ത ശീലങ്ങളൊക്കെ പഠിപ്പിച്ചോളൂ. അവൻ ഇവിടുന്ന് പഠിക്കുമല്ലയോ? അവൻ നല്ല പഠിക്കാറിയ ചെറുക്കല്ലേ. നീ എന്തിനാണ് വന്നിരിക്കുന്നത്? നോക്കാൻ വേണ്ടിട്ട് വന്നു. അത് നോക്കിയാൽ മതി. അവൻ പോയി. നാളെ വേറൊരു മിഠായി തരാട്ടോ. നല്ല അടിപൊളി മിഠായി. നീ ഇതാരോടും പറയരുത് കേട്ടോ. ഞാൻ നിനക്ക് 2 മിഠായി തരാം. പക്ഷെ നീ ഇത് ആരോടും പറയരുത്. പക്ഷെ നീ ഇത് വീട്ടിൽ പോയാ കഴിക്കാവുള്ളൂ. After many long discussions, the two boys finally worked. അമ്മ, എനിക്ക് തലവേദന എടുക്കോ? അന്ന മുമ്പിൽ കിടന്നു. ശരിയാണ്.
അനാമിക 36 മാർക്ക്, മിടുക്കി, എ ഗ്രേഡ്. കിരൺ, നിനക്കിതെന്താ പറ്റിയേ? നീ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നല്ലോ. നിന്റെ അച്ഛനെ ഞാനൊന്ന് കാണട്ടെ. 7 മാർക്ക്, ഡി ഗ്രേഡ്. എനിക്കിത് ജീവിക്കണ്ട. എനിക്കിത് പഠിക്കണ്ട. എനിക്കിത് ജീവിക്കാൻ വേണ്ട. എന്തിനേയും പരിഹരിക്കും. എന്താ പറ്റിയ? എടാ വരുണില്ലേ, അവൻ എനിക്ക് കൊറേ മിഠായി തന്നടാ. എനിക്ക് എന്താ അറിയില്ലടാ. എടാ അവൻ കൊറേ ദിവസമായി അവന്റെ കൂട്ടുകാരൻ തന്നെ മിഠായിയാന്നും പറഞ്ഞ് തരാൻ തുടങ്ങിയിട്ട്. എനിക്ക് എന്താ അറിയത്തില്ല. ഇന്നും കൂടെ തന്നുള്ളൂ അവനൊരു മിഠായി. മിഠായി ആവോ? നമുക്ക് ഈ കാര്യം ചേച്ചിയോട് സംസാരിക്കാൻ പാ. നീ അവന്റെ അടുത്തൊന്നും പോരട്ടോ. സാർ, ഇവിടുത്തെ കുട്ടികൾക്ക് പുറത്തുള്ള ഒരു സംഘം മുട്ടായിയോ മറ്റോ ഒക്കെ കൊടുക്കുന്നുണ്ട്. ടീച്ചറെ, ഈ സംഘമാണോ ഇവിടെ വിതരണം ചെയ്തത്? ആ, ഈ സംഘത്തെ പല സ്കൂളുകളിലും ഇവർ രാസവസ്തുക്കൾ കലർന്ന മിഠായികൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ഒരു തവണ ഉപയോഗിച്ചാൽ പിന്നെയും ഉപയോഗിക്കാനുള്ള ഒരു ആസക്തി വളരെ കൂടുതലാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് വീടുകളിൽ നിന്ന് പലപ്പോഴായി കളവുകൾ നടക്കുന്നു. കൂടാതെ ശാഠ്യം പിടിക്കുന്ന കുട്ടികൾ. അപ്പോൾ ഈ സംഘത്തെ നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. മോനെ, ഇത് വളരെ ശക്തമായ ഒരു രാസവസ്തു ചേർന്ന ലഹരിയാണ്. ഇത് പലപ്പോഴും പല കുട്ടികൾക്കും കൊടുത്ത് അവരുടെ ഭാവി പോവും. കൂടാതെ ഇതേ അവസ്ഥയിൽ വരുന്നതിനുള്ള ഇടവരുത്തരുത് കേട്ടോ. ഓക്കെ, വളരെ നന്നായി പഠിച്ച് നല്ല മാർക്ക് പഠിച്ച് നല്ല ഉയർന്നൊരു ഉദ്യോഗസ്ഥയിലെത്തും. ഓക്കെ, ശരി. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കാണും. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കാതെ പോകരുത്. അവർക്ക് എന്താ പറയാനുള്ളതെന്നും അവർക്ക് എന്താ അവർ ഓരോ ദിവസം ചെയ്യുന്നതെന്നൊക്കെയുള്ള കേൾക്കാനുള്ള ഒരു കുറച്ച് സമയം നമ്മൾ അവർക്ക് വേണ്ടി മാറ്റി വെക്കാനുള്ള മനസ്സ് കാണിക്കണം. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങളുടെ മോനെ ശരിക്കും ബാധിച്ചത്. ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല ടീച്ചറെ. ഞങ്ങൾ പോയിക്കളാണേ. ഇവന് നിങ്ങൾ ദേഷ്യപ്പെടുവാന്നും പറഞ്ഞ് ഇവന് ഭയങ്കര പേടിയാണ് നിങ്ങളെ. ഇതിനോട് അങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ശരി ടീച്ചറെ, ഞങ്ങൾ നോക്കണം. പൊന്നു പറഞ്ഞ് നോക്കണേ. എന്നെ കളിയാക്കോ? ഇല്ല, പിടിക്കുക.